ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബേബീസ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് രുചികരമായ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നോയമ്പല്ലേ ഇല്ല, അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു 250 ഗ്രാം ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 20 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് അത് നമ്മൾ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കിഴങ്ങ്, പിന്നെ ഒരു 3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ചെറിയൊരു പീസ് പൈനാപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടും ദഹനത്തിനൊക്കെ നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ, ഒരു പച്ചമുളക്, പിന്നെ നമ്മളൊരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലയ്ക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നതിന് ആവശ്യമായി വരുന്നത്. നമുക്ക് കുക്കറിനകത്തിട്ട് ഈ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആ വെജിറ്റബിൾ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ ഈ ഉരുളിക്കകത്താണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു 3 ഏലക്കായും 3 കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഈ റൈസിന് ഇച്ചിരി ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ശകലം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് റൈസ് വിട്ട് കിട്ടാനൊക്കെ ആയിട്ട് അത് പ്രയോജനപ്പെടും. നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 70% വേകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുഴുവനായിട്ട് വേണ്ട, നമുക്കിനി ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വെജിറ്റബിൾസും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പിള്ളേർക്ക് കൊടുക്കേണ്ടത് കൊണ്ട് ഒന്ന് വേവിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വേവിക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഉരുളിക്കകത്താണ് ബിരിയാണി തയ്യാറാക്കുന്നത്, വേറെ പാത്രമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഏലക്കായും കറുവപ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് സവോള കൂടെ ചേർത്ത് കൊടുക്കാം. ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ചേരുവകളിലൊക്കെ ഉപ്പ് വേണമല്ലോ, നമ്മൾ റൈസിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങും ക്യാരറ്റും ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് അവർക്ക് അത് ഇഷ്ടമാണ്, കിഴങ്ങും ക്യാരറ്റൊക്കെ. അപ്പം നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതേ ഉള്ളൂ. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
നമുക്ക് എടുത്തു വെച്ചിരുന്ന ക്യാപ്സിക്കം പൈനാപ്പിൾ കൂടെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചിലർ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മളിതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും ദഹനത്തിനൊക്കെ ആയിട്ട് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരു പച്ചമുളക് കൂടെ നടുവേ മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റ് കോളിഫ്ലവർ കൂടെ ഉള്ള അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കാം, ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സ്വാദിഷ്ടമായ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൈനാപ്പിളിൻ്റെ ഫ്ലേവറും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ കൂടി ആയപ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കറിയൊന്നും വേണമെന്ന് നിർബന്ധം, നമുക്ക് കറിയൊന്നും ആവശ്യമേ ഇല്ല ഇതിന്, നമുക്ക് എല്ലാം തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പനീർ ബട്ടർ മസാലയും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.